നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ആധികാരികമാകുന്നത്. നമുക്കറിയാം, സീറോ മലബാർ സഭയുടെ എറണാകുളം അതിരൂപതയിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് മറ്റുള്ള അതിരൂപതകളിലും രൂപതകളിലും നിലവിൽ വന്നിരിക്കുന്ന ഏകീകൃത ബലിയർപ്പണം ഇതുവരെയും തുടങ്ങാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന സിനഡിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. ആ സംശയ നിഴലിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. എ പോപ്പ് ഹു ഡൈഡ് ഓഫ് എ ബ്രോക്കൺ ഹാർട്ട് ആൻഡ് എ ഹാർട്ട്ലെസ് മാർ തട്ടിൽ. ഹൃദയം തകർന്നു മരിച്ച ഒരു മാർപ്പാപ്പയും ഹൃദയമില്ലാത്ത മാർ തട്ടിലും. ഇത് പറയുവാൻ കാരണം, മാർ ഫ്രാൻസിസ് മാർപ്പാപ്പ, ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ, ചരിത്രത്തിലാദ്യമായി അല്ലെങ്കിൽ സഭയുടെ ചരിത്രത്തിലാദ്യമായി ഒരു പ്രത്യേക രൂപതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം, നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ സന്ദേശവുമായി വരുന്നത് നാടാകെയുള്ള സംഭവമാണ്. മാർപ്പാപ്പ തന്നെ അത് പ്രത്യേകമായി തന്റെ മെസ്സേജിൽ പറയുന്നുണ്ട്. ഇതുവരെയും നടക്കാത്ത ഒരു കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത് എന്ന്. എന്നിട്ടും മാർപ്പാപ്പയുടെ സന്ദേശത്തെ, മാർപ്പാപ്പയുടെ ആഹ്വാനത്തെ ചവിട്ടുകൊട്ടയിലേക്ക് തള്ളി എറിഞ്ഞുകൊണ്ട് അനുസരണക്കേട് കാട്ടിയ ഒരു രൂപതയിലെ തന്റെ തന്നെ വിശ്വാസ സമൂഹത്തിന്റെ അനുസരണക്കേട് കണ്ടുകൊണ്ട് മനം നൊന്ത് ഹൃദയം പൊട്ടി മരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശാപം എന്നും എറണാകുളം രൂപതയിൽ ഡെമോക്രോസിന്റെ വാള് പോലെ തൂങ്ങി ആടിക്കൊണ്ടിരിക്കും. കാരണം ഹൃദയം പൊട്ടി മരിച്ചത് ഒരു മാർപ്പാപ്പയാണ്, സഭയുടെ തലവനാണ്. അദ്ദേഹം നേരിട്ട് വന്ന് ഒരു രൂപതയിലെ വിശ്വാസികളെ, അവിടുത്തെ വൈദികരെ ആഹ്വാനം ചെയ്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അനുസരിക്കണം, നിങ്ങൾ സഭയെ അനുസരിക്കണം. ഇത് സംഭവം നടന്നിട്ട് പോലും വർഷങ്ങൾ കടന്നു. ഇപ്പോഴും എറണാകുളത്തെ വൈദികരെന്ന് പറയുവാനൊക്കത്തില്ല, വിമത വൈദിക തൊഴിലാളികൾ എന്ന് വേണം അവരെ പറയുവാൻ. ചില മെത്രാന്മാരും സഭയുടെ ഏകീകൃത ബലിയർപ്പണത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് അവിടെ സമവായം ഉണ്ടാക്കുവാനാണ് തുനിയുന്നത്. ഇവിടെ തട്ടിലെ ഹൃദയമില്ലാത്ത തട്ടിൽ എന്ന് പറയുവാൻ കാരണം, ഹൃദയമുള്ളത് കൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഹൃദയം നൊന്ത് ഹൃദയം പൊട്ടി മരിച്ചത്. തട്ടിന് ഹൃദയമില്ല, ഉണ്ടായിരുന്നുവെങ്കിൽ തട്ടിലും ആ വഴിക്ക് തന്നെ പോയേനെ. അതുകൊണ്ട് തട്ടിൽ അങ്ങനെ ഒരു മരണം നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഹൃദയമുള്ളവർക്കല്ലേ ഉള്ളൂ ഹൃദയം പൊട്ടി മരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകത്തുള്ളൂ. ഇവിടെ ഉദാഹരിക്കുവാൻ കാരണമുണ്ട്. മാർപ്പാപ്പ എറണാകുളം രൂപതയെ അഭിസംബോധന ചെയ്ത അതേ രീതിയിൽ 2 വർഷം മുമ്പ് മാർ തട്ടിലും വിശ്വാസികളെ അഭിസംബോധന ചെയ്തിരുന്നു. മാർപ്പാപ്പ എങ്ങനെയാണോ തന്റെ സന്ദേശം തുടങ്ങിയത്, അതേ രീതിയിലാണ് മാർ തട്ടിലും സന്ദേശം തുടങ്ങിയത്. അസാധാരണമായ നിലയിൽ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു എന്നാണ് മാർ തട്ടിൽ പറഞ്ഞത്. ഏതായാലും മാർ തട്ടിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രം നമുക്ക് കേൾക്കാം. എന്താണ് മാർപ്പാപ്പയെ അനുകരിച്ചുകൊണ്ട് മാർ തട്ടിൽ പറഞ്ഞത് എന്ന്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദര വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, വളരെ പ്രത്യേകമായ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനാണ് അസാധാരണമായ വിധത്തിൽ ഇങ്ങനെ ഒരു സന്ദേശം നൽകുന്നത്. നമ്മുടെ സഭയുടെ കുർബാന അർപ്പണ രീതി നമ്മുടെ അതിരൂപതയിലും നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ പല രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്ന സാഹചര്യത്തിലാണ് 1999 മെത്രാന്മാരുടെ സിനഡ് വിശുദ്ധ കുർബാനയുടെ ഏകീകൃതവും രൂപം തീരുമാനിച്ചത്. കുറേ രൂപതകളിൽ 2000 ജൂലൈ 3 മുതൽ അത് നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞു. മറ്റു ചില രൂപതകളിൽ അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ക്രമം നവീകരിക്കുന്നതോടൊപ്പം 1999 സിനഡിൻ്റെ തീരുമാനം
സഭ മുഴുവനിലും നടപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയം നമ്മോട് ആവശ്യപ്പെട്ടു. 2021 ജൂലൈ 3 ഫ്രാൻസിസ് മാർപ്പാപ്പ സിറോ മലബാർ സഭയ്ക്ക് മുഴുവനായി എഴുതിയ കത്തിൽ 1999 തീരുമാനം ഏകീകൃത അർപ്പണ രീതി നടപ്പിലാക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് 2021 ഓഗസ്റ്റ് മാസത്തിൽ ഏകീകൃത അർപ്പണ രീതി സഭ മുഴുവനിലും നടപ്പിലാക്കാൻ മെത്രാന്മാരുടെ സിനഡ് തീരുമാനമെടുത്തത്. പുതിയ കുർബാനക്രമം നമ്മുടെ സഭയിലെ 34 രൂപതകളിലും യൂറോപ്പിൽ അപ്പസ്റ്റോലിക് വിസിറ്റേഷനിലും മറ്റ് പ്രവാസി സമൂഹങ്ങളിലും 2021 നവംബർ മാസത്തിൽ നടപ്പിൽ വന്നു. എറണാകുളം അങ്കമാലി അതിരൂപത നമ്മുടെ സഭയുടെ കേന്ദ്ര രൂപതയാണ്. പല കാരണങ്ങളാൽ ഈ പുതിയ കുർബാനക്രമം നമ്മുടെ അതിരൂപതയിൽ ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇത് നമ്മുടെ അതിരൂപതയിലും നടപ്പിലാക്കേണ്ട സമയമായി. 2022 മാർച്ച് മാസത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് മാത്രമായി കത്തെഴുതി. പരിശുദ്ധ പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ സ്നേഹമാണ് അതിലൂടെ നമ്മുടെ അതിരൂപതയോട് പ്രകടിപ്പിച്ചത്. പിന്നീട് മാർപ്പാപ്പ തൻ്റെ പ്രത്യേക പ്രതിനിധിയെ അയച്ചു. ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പിതാവും മാർപ്പാപ്പയുടെ മനസ്സ് നമ്മളെ വ്യക്തമായി ധരിപ്പിച്ചു. സങ്കടകരമെന്ന് പറയട്ടെ, പിന്നെയും പലവിധ തടസ്സങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. നമ്മുടെ സഭയോടുള്ള സ്നേഹം മൂലം ഫ്രാൻസിസ് മാർപ്പാപ്പ മൂന്നാമതും ഇടപെട്ടു. ഇത്തവണ വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു അത്. 2023 ഡിസംബർ 7 മാർപ്പാപ്പ നമ്മളോട് വ്യക്തമായി അനുസരണം ആവശ്യപ്പെട്ടു. 2023 ഡിസംബർ 25 മുതൽ നമ്മുടെ അതിരൂപത മുഴുവനിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കാൻ മാർപ്പാപ്പ അതിരൂപതയോട് നിർദ്ദേശിച്ചു. അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്താകുമെന്ന് പോലും മാർപ്പാപ്പ സ്നേഹത്തോടെ നമ്മളോട് പറഞ്ഞത് നമ്മൾ മറക്കരുത്. എന്നാൽ അതും പല കാരണങ്ങളാൽ നടപ്പിലായില്ല. 2024 ജനുവരി മാസത്തിലെ സിനഡ് ശേഷം സിനഡിൽ പങ്കെടുത്ത എല്ലാ പിതാക്കന്മാരും ഒരുമിച്ച് ഏകീകൃത കുർബാനക്രമം നടപ്പിലാക്കാൻ നമ്മുടെ അതിരൂപതയോട് അഭ്യർത്ഥിച്ചിരുന്ന കാര്യവും നിങ്ങൾ ഓർക്കുമല്ലോ. മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ശേഷം പരിശുദ്ധ പിതാവിനെ കാണുന്നതിന് വേണ്ടി റോമിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ അതിരൂപതയോട് ഞാൻ ഒരു അഭ്യർത്ഥന കൂടെ നടത്തി. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിട്ട് കണ്ടപ്പോഴും പിന്നീട് മാർപ്പാപ്പ നടത്തിയ പ്രസംഗത്തിലും നമ്മുടെ അതിരൂപതയുടെ കാര്യം പരിശുദ്ധ പിതാവ് പരാമർശിക്കുകയുണ്ടായി. പിതൃസ്നേഹത്തോടെ മാർപ്പാപ്പ പറഞ്ഞത് നമ്മൾ തിരസ്കരിച്ചത് പിതാവിനെ വലിയ വേദനയുളവാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ കേട്ടു തട്ടിൽ എറണാകുളത്തെ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് എന്താണെന്ന്. എന്നാൽ ഇതേ തട്ടിൽ തന്നെ താൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് പിന്തിരിയുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഹൃദയം പൊട്ടി മരിച്ച മാർപ്പാപ്പയ്ക്ക് മുമ്പിൽ ഹൃദയമില്ലാത്ത തട്ടിൽ എങ്ങനെ ഒരു സഭാ തലവന്റെ സ്ഥാനത്തിരിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വാസികൾ ചിന്തിക്കുന്നത്. കാരണം സ്വന്തം വാക്കിന് പോലും വില കൽപ്പിക്കാത്ത ഒരു വ്യക്തി എങ്ങനെ സീറോ മലബാർ സഭയുടെ തലവനായി മാറും? ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണമെങ്കിൽ എറണാകുളത്തുള്ള ഈ 350ഓളം ഇപ്പോൾ അത് 250 എന്നാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരം. അത്രയും ആളുകളെയും സഭാവിരുദ്ധരായിട്ടുള്ള മറ്റുള്ള വിശ്വാസികളെയും മഹരോൻ ശിക്ഷയ്ക്ക് വിധേയമാക്കി
സഭയിൽ നിന്ന് പുറത്തു കളയാമായിരുന്നു. ഇവിടെയാണ് മാർപ്പാപ്പ തന്റെ വ്യക്തിത്വം തെളിയിച്ചത്. സൂയി റൂയിസ് ചർച്ച് എന്ന നിലയിൽ സീറോ മലബാർ സഭ ഒരു സ്വതന്ത്ര സഭയാണ് എന്നുള്ള പരമബോധ്യത്തിൽ, എന്നുള്ള സ്വാതന്ത്ര്യത്തിലാണ് മാർപ്പാപ്പ അവരെ ആഹ്വാനം ചെയ്തത്, അനുസരിക്കണമെന്ന് അഭ്യർത്ഥിച്ചത്. വേണമെങ്കിൽ തന്റെ അധികാരം ഉപയോഗിച്ച് ഇവരെയൊക്കെ സഭയിൽ നിന്ന് പുറത്താക്കാമായിരുന്നു. എന്നിട്ടും മാർപ്പാപ്പ അത് ചെയ്തില്ല. തന്റെ വ്യക്തിത്വം തന്നെ കളഞ്ഞു കുളിച്ചുകൊണ്ട് ഇവരോട് അഭ്യർത്ഥിച്ചിട്ടും ഇവർ അനുസരിച്ചില്ലല്ലോ എന്നോർത്ത് മനം മടുത്ത് മനം നൊന്ന് ഹൃദയം പൊട്ടിയായിരിക്കാം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചത്. അതിന്റെ ശാപം ദൈവത്തിന്റെ ശാപമായി എറണാകുളം അതിരൂപതയുടെ മുകളിൽ എന്നും ഉണ്ടായിരിക്കും. ഈ ശാപം എറണാകുളത്തെ വൈദിക തൊഴിലാളികളെയും ചുരുക്കം ചില മെത്രാന്മാരെയും, കാരണം എറണാകുളം അതിരൂപതയിൽ തന്നെയല്ല മറ്റു ചില രൂപതകളിലും മറ്റു ചില അതിരൂപതകളിലും ഇപ്പോഴും സമവായ കുർബാന എന്ന നിലയിൽ പരിശുദ്ധ ഏകീകൃത ബലിയർപ്പണത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് നടക്കുന്ന മെത്രാന്മാരുടെ മുകളിലും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഹൃദയം പൊട്ടിയുള്ള മരണം ദൈവത്തിന്റെ ശാപമായി നിബന്ധിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീറോ മലബാർ സഭയുടെ മെത്രാൻസിന്റെ പ്രസക്തി. അവിടെ അവർ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളൊക്കെ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞതായിരിക്കാം. അവിടെ പരിശുദ്ധ ബലിയർപ്പണം ഒരു വിഷയമാണോ എന്നുള്ളതൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണെങ്കിൽ ഇവർ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളിൽ FCRയും അങ്ങനെ ഭൗതിക നേട്ടങ്ങളും സാമ്പത്തിക കാര്യങ്ങളും ഒക്കെയാണ്. അതിന്റെ ഒപ്പം 2 or 3 മെത്രാന്മാരെ വാഴിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇവർ ചർച്ച ചെയ്യുന്ന വിഷയം. ഇവിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണം ദൈവശാപമായി ഇവരുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുമ്പോൾ ഇവർ ചർച്ച ചെയ്യേണ്ട വിഷയം പരിശുദ്ധ ബലിയർപ്പണമായിരിക്കണം. അവിടെ തക്സിയിൽ വന്നിരിക്കുന്ന ചുരുക്കം ചില തെറ്റുകൾ തിരുത്തേണ്ടത് എങ്ങനെയാണ് തക്സയിൽ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത് എന്നതായിരിക്കണം. നമ്മൾക്കൊക്കെ അറിയാം, എറണാകുളം രൂപതയിൽ പരിശുദ്ധ ബലിയർപ്പണം, സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നടക്കുന്നേ ഇല്ല. 1 or 2 ദേവാലയങ്ങളിൽ ഒഴിച്ച് മറ്റുള്ളിടത്തൊക്കെ സഭ നിഷേധിച്ച, സഭ തള്ളിക്കളഞ്ഞ, അവ ഇല്ലിസെറ്റ് എന്ന് പ്രഖ്യാപിച്ച കുർബാന നാടകങ്ങളാണ് നടക്കുന്നത്. ഇവിടെ തക്സയിൽ പറയുന്നത് അനുസരിച്ച് മാത്രമേ ഞങ്ങൾ ചെയ്യുകയുള്ളൂ, തക്സയിൽ എഴുതട്ടെ ചെയ്യാമെന്ന് പറയുന്ന ചില മെത്രാന്മാർക്കുള്ള ഒരു മറുപടി എന്നോണം സിനഡ് തീരുമാനിക്കേണ്ടത് തക്സയിൽ വന്നിരിക്കുന്ന പാകപ്പിഴവുകൾ തിരുത്തുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഉത്ഥാനഗീത സമയത്ത് വൈദികൻ വിശ്വാസികൾക്കൊപ്പം അൾത്താരയിലേക്ക് തിരിഞ്ഞ് പരിശുദ്ധ ദൈവത്തെ സ്തുതിക്കുന്ന, കുമ്പിടുന്ന ആ ഒരു ചടങ്ങ് ഇപ്പോൾ പല രൂപതകളിലും, പ്രത്യേകിച്ച് എറണാകുളം രൂപതയിലും ഡൽഹി ഫരീദാബാദ് രൂപത ഉൾപ്പെടെയുള്ള ചില രൂപതകളിലും ഇപ്പോൾ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. അവർ പറയുന്നത് തക്സയിൽ അങ്ങനെ എഴുതിയിട്ടില്ല എന്നതാണ്. ഇവിടെ ഏറ്റവും വിചിത്രകരമായിട്ടുള്ള കാര്യം, വിശ്വാസികൾ മുൻപോട്ട് നോക്കി കുമ്പിടുമ്പോൾ അവർ ആരെയാണ് നോക്കി കുമ്പിടേണ്ടത്? ദൈവത്തെയോ അതോ അവരുടെ മുമ്പിൽ വായും പിളർന്നു നിൽക്കുന്ന എന്തോ മഹാത്ഭുതം കണ്ടതുപോലെ വെറുതെ നിർവികാരനായി നിൽക്കുന്ന ഈ പറയുന്ന പുരോഹിതനെയോ? അങ്ങനെ വരുമ്പോൾ പുരോഹിതൻ ദൈവമാണോ മെത്രാന്മാരെ എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. പുരോഹിതൻ എന്തുകൊണ്ട് ദൈവജനത്തോടൊപ്പം അൾത്താരയിലേക്ക് തിരിഞ്ഞ് പരിശുദ്ധ ദൈവത്തെ സ്തുതിക്കുന്നില്ല, പരിശുദ്ധ ദൈവത്തെ വണങ്ങുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ആദ്യത്തെ തക്സയിൽ തിരുത്തേണ്ട അല്ലെങ്കിൽ കറക്ഷൻ ചെയ്യേണ്ട കാര്യം. അപ്പോൾ തക്സയിൽ വ്യക്തമായി എഴുതണം, ഉത്ഥാനഗീത സമയത്ത് പുരോഹിതനും വിശ്വാസികൾക്കൊപ്പം അൾത്താരയിലേക്ക് തിരിഞ്ഞു കുമ്പിടണം. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ ബലിയർപ്പണ സമയത്ത് തക്സയിലുള്ള ഗാനങ്ങളല്ലാതെ മറ്റൊരു ഗാനവും പാടുവാൻ പാടില്ല. ഇത് തക്സയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും പലയിടത്തും ഇപ്പോഴും ഗാനമേളകളാണ് നടക്കുന്നത്. മൂന്നാമത്തെ കാര്യം, സോശാപ്പ ഉപയോഗിക്കുന്ന കാര്യമാണ്. ഇതും തക്സയിൽ എഴുതിയിട്ടുണ്ട്. എങ്കിലും പല സ്ഥലങ്ങളിലും ഇപ്പോഴും സോശാപ്പയുടെ ഉപയോഗം വൈദികർക്ക് പോലും അറിയില്ല. അതിനെതിരെ വ്യക്തമായിട്ട് തക്സയിൽ വീണ്ടും അത് ഉൾക്കൊള്ളിക്കണം. നാലാമത്തെ കാര്യം, പരിശുദ്ധ ബലിയർപ്പണ സമയത്ത്, വചന പ്രഘോഷണ സമയത്ത്, വചനം വിശദീകരിക്കുന്ന വേളയിൽ പല വൈദികരും രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തുന്നു.
അവർ ചെറുപ്പകാലത്ത് കേട്ടറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പുസ്തകങ്ങൾ കേട്ടിട്ടുള്ള കഥകളൊക്കെ വളരെ ലാഘവത്തോടുകൂടി കഥ പറഞ്ഞ് കഥാപ്രസംഗമാക്കി മാറ്റുന്നു. ഇവിടെ വ്യക്തമായി പരിശുദ്ധ സുവിശേഷത്തിൽ ഉള്ള വായനയുടെ അതേ കാര്യമാണ് വിശദീകരിച്ച് പറയേണ്ടത്. വ്യക്തമായി അത് തത്സയിൽ ഉൾക്കൊള്ളിക്കുക. യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങളോ ശാപവചനങ്ങളോ ഇടവക ജനത്തെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ചില വൈദികരുടെ നാടകം കളികളോ പരിശുദ്ധ ബലിയർപ്പണത്തിനിടയ്ക്ക് പാടില്ല എന്ന് വ്യക്തമായി തത്സയിൽ എഴുതി വെക്കണം. അങ്ങനെ തത്സയിൽ തിരുത്തേണ്ട ഇത്തരം ചില കാര്യങ്ങളുണ്ട്. അതിലുപരി വത്തിക്കാൻ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് പോലെ സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക കാപ്പയിൽ പുരോഹിതർ പരിശുദ്ധ ബലിയർപ്പണ സമയത്ത് ഉപയോഗിക്കുന്ന കാപ്പയുടെ പിൻഭാഗത്ത് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക ചിഹ്നമായ മാർത്തോമ കുരിശ് മാർസ്ലീവ ആലേഖനം ചെയ്യണമെന്ന് വ്യക്തമായി തക്സയിൽ എഴുതി ചേർക്കുവാൻ മെത്രാൻ സിനഡ് തയ്യാറാകണം. ഇത്തരം ചില മാറ്റങ്ങൾ തക്സയിൽ വരുത്തുവാനുള്ള ചർച്ചകളായിരിക്കണം ഈ സിനഡിൽ നടക്കേണ്ടത്. സിനഡിന്റെ അജണ്ട നേരത്തെ തീരുമാനിച്ചതാണെങ്കിൽ പോലും ഏതൊരു മീറ്റിങ്ങുകളിലും ചെയർമാന്റെ, പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ ആ മീറ്റിംഗിന്റെ തലവന്റെ അനുവാദത്തോടുകൂടി ഏത് വിഷയവും ചർച്ച ചെയ്യാം എന്നൊരു ക്ലോസ് ഉള്ള സ്ഥിതിക്ക് ഇവിടെ ഇത്തരം വിഷയങ്ങൾ മെത്രാൻ സിനഡ് ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇവിടെ മെത്രാൻ സിനഡിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഉൽപ്പത്തി 3:14 നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് വായിക്കുക. എറണാകുളത്ത് സമവായം കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന മെത്രാന്മാരും അവിടെയുള്ള മറ്റുള്ള വിശ്വാസികളോ പുരോഹിത വേഷധാരികളോ ഈ ഉൽപ്പത്തി 3:14 ഒന്ന് വായിക്കണം. അവിടെ കർത്താവായ ദൈവം സർപ്പത്തോട് പറഞ്ഞു, നീ ഇത് ചെയ്തത് കൊണ്ട് ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളിലും വന്യമൃഗങ്ങളിൽ വെച്ച് നീ ശപിക്കപ്പെട്ടവനായിരിക്കും. അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു ബൈബിൾ വചനമാണ് ഇന്നത്തെ സുവിശേഷ വായന. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യങ്ങൾ. 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുവാൻ നിനക്ക് സാധിക്കില്ല. ഇവിടെ സാത്താൻ ബലിയർപ്പണവും പരിശുദ്ധ ബലിയർപ്പണവും ഒരേ ബലിവീതിയിൽ നടത്തുവാൻ തുണിയുന്നത് ആരായാലും അത് പരിശുദ്ധമല്ല, അത് ദൈവം സ്വീകരിക്കുകയില്ല എന്നാണ് അങ്ങനെയുള്ളവർ ആദ്യം മനസ്സിലാക്കേണ്ടത്. ചില വിട്ടുവീഴ്ചകൾ തയ്യാറാകുമ്പോൾ ശരിക്കും പരിശുദ്ധ ബലിയർപ്പണത്തിലാണോ നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത് മെത്രാന്മാരെ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. പരിശുദ്ധ ബലിയർപ്പണം കോംപ്രമൈസിനുള്ള വിഷയമല്ല. അവിടെ യാതൊരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ കർത്താവിന് കുരിശുമരണം വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. ഗെത്സമേനിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പോലും കർത്താവ് പറഞ്ഞത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേർപ്പ് രക്തത്തുള്ളികളായി നിലത്ത് വീഴുമ്പോഴും വേദനയുടെ പരമകാഷ്ടത്തിലെത്തുമ്പോഴും അവൻ വീണ്ടും പറഞ്ഞത്, പിതാവേ എന്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം നിറവേറപ്പെടട്ടെ എന്നാണ്. അങ്ങനെ നമ്മൾക്ക് വേണ്ടി മരിച്ച കർത്താവിനെ പോലും തൂക്കി വിൽക്കുന്ന ഒരു മാനസികത മെത്രാൻ സിനഡെ നിങ്ങൾ മാറ്റണം. ഇവിടെ കോംപ്രമൈസ് അല്ല വേണ്ടത്. മറ്റുള്ള രൂപതകളിൽ നടപ്പാക്കിയിരിക്കുന്ന ഏകീകൃത ബലിയർപ്പണം പൂർണ്ണ രൂപത്തിൽ എറണാകുളം രൂപതയിൽ നടപ്പാക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. അതിനെതിരെ നിൽക്കുന്നത് ആരായാലും അവർക്കെതിരെ സഭാ ശിക്ഷണ നടപടികൾ പൂർണ്ണമായും സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ഇതായിരിക്കണം ഈ തവണത്തെ സിനഡിന്റെ തീരുമാനമെന്ന് വിശ്വാസികൾ ഒന്നടങ്കം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. കാരണം ഒരേ രീതിയിൽ ഒരു മനസ്സായി ജീവിച്ചിരുന്ന എറണാകുളം അതിരൂപതയെ നിങ്ങൾ ഇന്ന് പല തട്ടുകളിലാക്കി തീർത്തിരിക്കുക. ഇത് പറയുവാൻ കാരണം വോയിസ് ഓഫ് ട്രൂത്തിന് ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ആ വാട്സപ്പ് കൂട്ടായ്മയിൽ അംഗങ്ങളായിട്ടുള്ളവർക്കറിയാം കഴിഞ്ഞ 3-4 ദിവസമായി അവിടെ അതിഭീകരമായ രീതിയിൽ വാഗ്വാദങ്ങൾ നടക്കുകയാണ്. ഒരാള് മറ്റൊരാളെ തറപറ്റിക്കുവാൻ വേണ്ടി എവിടെ വരെ പോകാമോ അവിടെ വരെ പോകുകയാണ്. ഈ ആളുകളെല്ലാം ഒരു സമയത്ത് അവർ സുഹൃത്തുക്കളായിരുന്നു, ഒരു കുടുംബം പോലെ കഴിഞ്ഞതാണ്. എന്നാൽ ഇന്നവർ ശത്രുക്കളായി മാറിയിരിക്കുകയാണ്. ഇത് സഭാവിരുദ്ധരുമായിട്ടുള്ളതല്ല. സഭാവിരുദ്ധർ ഇപ്പോൾ വളരെ ശാന്തമായി അവർ ജയിച്ച രീതിയിൽ, കാരണം അവരിൽ പലരും ഇപ്പോൾ എറണാകുളം രൂപതയുടെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയും മറ്റുള്ള അധികാര സ്ഥാനങ്ങളിലാണ്. പുരോഹിത വർഗത്തിൽ
സഭയ്ക്കെതിരെ നിന്ന് സഭയെ നശിപ്പിക്കുവാൻ ഇറങ്ങിയവരൊക്കെ കീ പോസ്റ്റുകളിലാണ്. അപ്പോൾ ഇവർ മാമോനെയാണ് സേവിക്കുന്നത്, ദൈവത്തെയല്ല. അവർക്ക് സമ്പാദിച്ചു കൂട്ടുവാനുള്ളത്, അവർക്ക് നേടിയെടുക്കുവാനുള്ളതൊക്കെ അവർ ഈ ലഹളകളിൽ നിന്ന് നേടിയെടുത്തു. അവർ ശാന്തരായി ഇരിക്കുകയാ. അവരുടെ രീതിയിലാണ് ഇപ്പോൾ സാത്താൻ ബലിയർപ്പണങ്ങൾ നടക്കുന്നത്. ഇനിയിപ്പോ നടന്നാലും നടന്നില്ലേലും ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടി എന്നുള്ള ചിന്തയാകാം അവരെ നയിക്കുന്നത്. എന്നാൽ വിശ്വാസികൾ തമ്മിൽ തല്ലാണ്. പല പല ഗ്രൂപ്പുകളായി, പല പല തട്ടുകളായി അവർ തമ്മിൽ വാഗ്വാദങ്ങൾ, പോർവിളികൾ. ഇത്തരം ഒരു അവസ്ഥ എറണാകുളം രൂപതയിൽ നടമാടുവാൻ കാരണം ഇപ്പോൾ എറണാകുളം രൂപതയുടെ തലപ്പത്തിരിക്കുന്ന മാർ ജോസഫ് പാമ്പ്ളാനിയും സഭയുടെ തലവൻ എന്ന പേരിലിരിക്കുന്ന മാർ തട്ടിലുമാണെന്നുള്ളത് നിസ്സംശയം പറയാം. അവരെന്ത് ചിന്തിച്ചാലും അവരെന്ത് പ്രവർത്തിച്ചാലും സത്യം ഇതാണ്. ന്യായമായിട്ട് സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഏതൊരു വിശ്വാസിക്കും ഇത്രയേ മനസ്സിലാകത്തുള്ളൂ. ഇനിയും നിങ്ങളുടെ ഉള്ളിൽ സത്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കണം. നിങ്ങൾ സഭയോടൊപ്പമാണെന്ന് നിങ്ങൾ തെളിയിക്കണം. നിങ്ങൾ കത്തോലിക്ക സഭയോടൊപ്പമാണെന്നും വത്തിക്കാനോടൊപ്പമാണെന്നും ഈ പരിശുദ്ധ ബലിയർപ്പണത്തിന് വേണ്ടി ഹൃദയം നൊന്തു മരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പമാണ് നിങ്ങളെന്നും നിങ്ങൾ സിനഡ് തെളിയിക്കണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡാണ് ഇത് തെളിയിക്കേണ്ടത്. നിങ്ങളുടെ ആർജവം നിങ്ങൾ കാണിക്കണം. ഒന്നായി നിന്ന് ഈ സഭയെ 55 ലക്ഷം വിശ്വാസികളെ പല തട്ടിലാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ നിങ്ങൾ മെത്രാന്മാരാണ്. മെത്രാന്മാരെ ദയവായിട്ട് തിരിച്ചു വരൂ. പരിശുദ്ധാത്മാവിനെയും സാത്താന്റെ ആത്മാവിനെയും ഒരുമിച്ച് പ്രീണിപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കൂ. പരിശുദ്ധ ബലിയർപ്പണത്തിൽ സമവായത്തിന് യാതൊരു പ്രസക്തിയുമില്ല. പരിശുദ്ധ ബലിയർപ്പണത്തെ അന്തസ്സായി സ്വീകരിക്കുവാൻ തയ്യാറാകാത്തവർ സാത്താന്റെ സന്തതികളാണ്. അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് സീറോ മലബാർ സഭയെ ഒറ്റക്കെട്ടായി ആഗോള കത്തോലിക്ക സഭയുടെ ഒപ്പമായി മൺമറിഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സ്നേഹ ആദരവ് നിങ്ങൾ എറണാകുളം രൂപതയിലും മറ്റുള്ള രൂപതകളിലും ഏകീകൃത ബലിയർപ്പണം പരിപൂർണ രീതിയിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് സാധിക്കട്ടെ. എറണാകുളം രൂപതയിലെ വിശ്വാസികൾ തമ്മിൽ തല്ലുകൾ നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായിട്ട്, അത് വിമതരായാലും അത് അമതരായാലും ദൈവത്തിൽ ഒന്നായിക്കൊണ്ട് കത്തോലിക്ക സഭയോട് ഒന്ന് ചേർന്നുകൊണ്ട് സഭയുടെ ഏകീകൃത ബലിയർപ്പണം, സഭയുടെ പാരമ്പര്യ അധിഷ്ഠിത ബലിയർപ്പണത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് ജീവിക്കുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ സ്വരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ ഈ പ്രോഗ്രാം നിങ്ങൾ വ്യക്തമായി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കണം. നിങ്ങൾ എന്താണ് വിശ്വാസികളിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നതെന്ന് തീർച്ചയായും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതൊക്കെ തിരുത്തുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ ചാനൽ എല്ലാവരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.